ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജമൽ വ്ളോഗിങ്. സോ ഗൈസ്, നമ്മളെ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ കറക്റ്റ് പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ സ്കൂളിൽ പോയപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരനിരുന്ന് പ്ലാൻ ചെയ്തൊരു പരിപാടിയായിരുന്നു. നമ്മൾ ലുലു മാളിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ബഡ്ജറ്റും കാര്യങ്ങളൊന്നും സെറ്റ് ആയതുകൊണ്ട് ലുലു മാൾ ക്യാൻസലാക്കി. അതുകൊണ്ട് ലുലു മാളിൽ ബഡ്ജറ്റ് സെറ്റ് ആകുമ്പം പോകാം എന്നുള്ള ഒരു തീമിലെത്തി. ഇപ്പം പോകാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തായിരുന്നു അവിൽ മിൽക്ക് കുടിക്കാൻ പോകാൻ. അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്. അവൻ വണ്ടിയിൽ വരും. വണ്ടിയിൽ വന്നിട്ട് നമ്മൾ വണ്ടിയിൽ പോകും. സോ അവന് എൻ്റെ ചാനലായിരുന്നാലും ഇൻസ്റ്റയിലായിരുന്നാലും പാട്ട് പാടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ അവൻ പാട്ടുകാരനാണ്. അതുകൊണ്ട് അവന് പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മളുടെ അടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് അവനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചിട്ട് നേരെ പോണത് അവിൽ മിൽക്ക് കുടിക്കാനാണ്. അവിൽ മിൽക്കും കുടിച്ച് എന്താ മുട്ടയിലുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് നോക്കിയിട്ട് നേരെ എൻ്റെ കുടുംബ വീട്ടിലോട്ട് ഞാൻ പോവുകയാണ്. ഇന്നലെ കുടുംബ വീട്ടിൽ നിന്ന് എൻ്റെ മാമീരെ മോള് വിളിച്ചായിരുന്നു. മാമീരെ മോളെ കൊച്ച് എൻ്റെ പേരാറിന് എന്തോ ഭയങ്കര കരച്ചിൽ, അപ്പു ഇവിടെ എന്നൊക്കെ കേട്ടോണ്ടൊക്കെ ഇരിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അവനൊന്ന് നോക്കി പോകണം. കൊച്ചാണ്, അവന് 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് അവനൊന്ന് നോക്കി പോകണം. പിന്നെ യൂണിഫോം കിട്ടിയിട്ടുണ്ട്, യൂണിഫോം തയ്ക്കാൻ കൊടുക്കണം. പിന്നെ നമ്മളെ പയ്യന്മാരെയൊക്കെ ഒന്ന് കാണണം അവിടുത്തെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്ന്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ RC തോരിപ്പുണ്ട്. RCയിലെ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് സെറ്റാക്കണം. ഈ ബാറ്ററി ചാർജൊക്കെ കയറണമുണ്ട്, അതേപോലെ തന്നെ ചാർജ് ഇറങ്ങണമുണ്ട്. ഇപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് ചാർജ് ഇട്ടിരുന്നാലും അത് നമ്മളിവിടെ ജസ്റ്റ് ഇങ്ങനെ ഓണാക്കിയിട്ട് ആക്സിലേറ്റർ കൊടുത്തു വെച്ചിരുന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ചാർജ് തീരും. സോ അതൊന്ന് ചെക്ക് ചെയ്യണം. അത് ഈ ബാറ്ററിയുടെ കുഴപ്പമാണോ അതോ ചാർജറിൻ്റെ കുഴപ്പമാണോ, ചാർജർ കയറുന്നില്ലേ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. സോ അങ്ങനത്തെ കുറച്ച് വ്ളോഗാണ് ഇന്ന്. എല്ലാ വ്ളോഗും കൂടെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സോ നമുക്ക് അവനെ വിളിച്ചോട്ടെ. ഇവിടെ മഴയാണ് കേസ്, അതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. മഴ ആയതുകൊണ്ട് ടാസ്ക്കാണ്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ട്. മഴ ഉണ്ട്. എന്താണ് സീൻ? നമ്മളിപ്പോൾ അതാണ് എവിടെ പോകാൻ പ്ലാൻ ചെയ്താലും എല്ലാം ഫ്ലോപ്പാകാൻ. സോ ഇനി മഴയൊക്കെ മാറിയിട്ട് വേണം പോകാൻ. ഇത് താമസിക്കും തോറും, നമ്മളിവിടെ പോകാൻ താമസിക്കും തോറും നമുക്കവിടെ കുടുംബ വീട്ടിൽ പോകാനും താമസിക്കും. അതാണ് സീന്. നാളെ മിക്കവാറും നമ്മളെ ക്യാമറ 15-ാം തീയതി വരും എന്ന് പറഞ്ഞാൽ 15-ാം തീയതി ക്ലാസ്സും ഉണ്ട്. നാളെ വന്ന് രക്ഷപ്പെട്ട് ഇല്ലെങ്കിൽ തേഞ്ഞ് എല്ലാം കൂടെ പെട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വഴിയെ കാണാം ഇനി. സോ ഗൈസ്, ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ വരണം. മഴയൊക്കെ ആയതുകൊണ്ടാണ് ടാസ്ക്. എന്താ റെയിൻകോട്ടൊക്കെ ഇട്ട് വരണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ ഇറങ്ങി. എനിക്കിനി അവൻ്റെ കൂടെ പോയിട്ട് എപ്പോൾ നമ്മൾ എത്തുമെന്നൊന്നും അറിഞ്ഞില്ല. ഇപ്പം തന്നെ 11:30 ഇനി അങ്ങും പോകണം. എല്ലാം ടാസ്ക്കാണ്. മഴയൊക്കെ ആയതുകൊണ്ടാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കാം, എന്തായാലും നോക്കാം. അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനെ വിളിക്കാൻ പോകണം. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങണം. മഴ നല്ല ഉണ്ട്. മിക്കവാറും വലിയ അവനെ ഗായകനാണ്, അവനെ പാട്ട് പഠിപ്പിക്കണം. അതിന് ശേഷം വേണം ഇറങ്ങാൻ. അവനെ ഫസ്റ്റ് വിളിച്ചിട്ട് വരാം. ഓക്കെ, അവന് വഴി ഇറങ്ങാത്തതുകൊണ്ട് വിളിച്ചിട്ട് വരാം. കുടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കറണ്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും തരും. ഒരു മിനിറ്റ്. ഫോണായതുകൊണ്ട് നമുക്കിത് ഇറക്കാൻ പറ്റില്ല. ക്യാമറ എന്തായാലും ക്യാമറ വാട്ടർ പ്രൂഫായിരുന്നു. അതാണ് ടാസ്ക്. താഴോട്ട് പോട്ടെ. അമ്മച്ചി ഒരു വമ്പിച്ച ഇറക്കമാണ് കേസ്. ഇറക്കത്തിന് ശേഷം ഇങ്ങനെ ഇറങ്ങിപ്പോണം. ആ ഇറക്കത്തിൻ്റെ അവിടെ നിൽക്കാം, കൂടുതൽ അങ്ങോട്ട് പോകണ്ട. കണ്ട നല്ല വെള്ളം തേങ്ങ. ഞാൻ ഇനി മിക്കവാറും ജംഗ്ഷൻ്റെ അതുവരെ നടക്കണമെന്നാണ്. അത് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് കാണുന്നതുമില്ല.
നോക്കാം. നമ്മളങ്ങ് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം വന്നു കേസ് ഇവിടെ കാണാനില്ല. കുറച്ചുകൂടെ മേലോട്ട് പോവാം. ഞാനടുത്ത് ഇറക്കിറങ്ങി വരുമ്പോൾ വലത്തോട്ടുള്ള റോഡൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിലുള്ള വലത്തോട്ടുള്ള റോഡിന് കുറേ മുമ്പ് അപ്പുറത്തൊരു വലത്തോട്ട് റോഡുണ്ട്. അത് വല്ലതും കയറി പോകുമെന്ന് അറിഞ്ഞുകൂടാ. നോക്കാം. മിക്കവാറും ജംഗ്ഷൻ വരെ തന്നെ. അയ്യോ, എന്താണ് പറയാനുള്ളത്? വ്ളോഗാണ്, യൂട്യൂബിൽ ഫേമസ്. ഇതിന്റെ പേരെന്താണ് പറയൂ? നിന്റെ പേരല്ല, നിന്റെ പേര്. സോ ഗൈസ്, സ്ഥലമൊക്കെ മാറി ഗൈസ്. നല്ല ടാറൊക്കെ ഇട്ട് സെറ്റ്. ഞാൻ യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ട് കാണാം. എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ എടുക്കാം. യെസ്, മെയിൻ റോഡിന് മാത്രം തന്നെ മാറ്റമുള്ളൂ. അകത്തത്തെ റോഡിന് ഒരു മാറ്റമില്ല. ഫുള്ളും വെള്ളം. നമുക്ക് ഇവിടുത്തെ ഇടവഴി കയറിപ്പോൾ താഴത്തെ കുളത്തിൻ്റെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് പോകാം. അതുവഴി പോയി കഴിഞ്ഞാൽ കോവിലെന്താ സംഭവം? ആയിരിക്കണം നമ്മൾ ആദ്യം താമസിച്ച വീട്. ഇത് മാമിയുടെ വീടാണ്. ഇത് വേറൊരു മാമിയുടെ വീട്, അത് വേറൊരു മാമിയുടെ വീട്. അവിടെ പട്ടിയുണ്ട്. ആ പട്ടി തെരുവ് പട്ടിയാണ്, കടിക്കും. പട്ടി പോയി. നമ്മൾ കുടുംബ വീട്ടുകാരാണ് മെയിൻ കാരണം. കുരുമ്പ് ഭയങ്കര കരച്ചിലായിരുന്നു എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യടെ അങ്ങനെയാണ് നമ്മൾ എത്തേണ്ട മെയിൻ കാരണം. യൂണിഫോം കൊടുക്കണമായിരുന്നു. ഇല്ലേ പി വരുമ്പോൾ എന്താ അപ്പോൾ ഗൈസ്, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. തുണി തയ്ക്കാൻ കൊടുക്കണം. തുണി ഇതുവരെയും തയ്ച്ചില്ല. സംഭവം തയ്ക്കാൻ കൊടുക്കാൻ പോയപ്പോൾ തുണി തയ്ക്കാൻ നോക്കിയപ്പം നടന്നില്ല. അവിടെ കട അടച്ചിട്ടിരുന്നു, അവിടെ നടന്നില്ല. അപ്പം പൊടിയനെ അവിടെ അവർ, അതായത് മാമിയുടെ മോളെ അമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി. അതായത് മാമിയുടെ മോളെ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഇതാ അതിൻ്റെ മൂത്ത ആരുമല്ല, അത് വീഡിയോ. ആ പൊടിയൻ്റെ മൂത്തതാണത്. ഇങ്ങോട്ടാണേ, ഇങ്ങോട്ടാണേ, ആണേ. ഇതാണ് ആള്. ടാറ്റോട് സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ.
അവളില്ല എന്ന് പറഞ്ഞ് ഒന്ന് ചെയ്യാനാണ് അർത്ഥം. സോ ഇനി നേരെ വീട്ടിൽ പോകണേ, അതുകൊണ്ട് ഓർഡർ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് വരാം. അതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചിരിക്കുക, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ജിമലി സൈനിങ് ഔട്ട്. ബൈ ഓൾ. ശുഭദിനം.